ഹലോ ഗൈസ്, സുധാപ്പ് ഉണ്ടായപ്പോ എന്തെങ്കിലും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിനെ പെരിസിനെ ഗ്യാപിച്ചിട്ട് നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോകണം. സത്യം, അപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഒരു ജീവിതശൈലി ചെയ്തുകൊണ്ട് പോകുന്നു, അത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത്. പക്ഷെ എന്നെ പോലെ മടിച്ചികളായിട്ടുള്ള ആളുകളെക്കാട് ഇത് കാണുമ്പോ അയ്യോ ഇതെങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെ ആരും നമ്മളെ ഫോളോ ചെയ്ത് എല്ലാവരും നാളെ തൊട്ട് വീട്ടിലൊരു കാള അല്ലെങ്കിൽ 5 പട്ടിയെ വാങ്ങിച്ച് വളർത്തുന്നു നമ്മൾ പറയുന്നില്ല. ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ വ്ളോഗ്സിൽ പെറ്റ്സിന് നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ വളർത്തല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. അവരുടെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? വെറുതെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർക്ക് അവരോട് പരമസാറേ, എന്റെ അപ്പനല്ല, ഇത്രയും പണിയെടുക്കുന്ന എല്ലായിടത്തും ക്യാമറയും പൊക്കി പിടിച്ച് നടക്കുന്ന ചേച്ചി ഗംഭീരം തന്നെ ചേച്ചി. ഇത്രയും ക്യാമറ വെച്ചോണ്ടിരിക്കണ ചേച്ചി, ക്യാമറ വെക്കാത്ത അനിയാ. നമ്മൾ ഇതിനൊക്കെ വളർത്തിയിട്ട് നമ്മളെ സ്വന്തം ക്യാമറ അല്ലേ അനിയാ വെക്കണത്. ഭയങ്കര പാടാണ്. ക്യാമറ എടുത്തുകൊണ്ട് പോയി ഷൂട്ട് ചെയ്ത് ജോലി ചെയ്യുന്നത് മെനക്കേടാണ്. എങ്കിലും നമ്മൾ അവനെ വിളിക്കൂല, ക്യാമറ എടുക്കാൻ വിളിക്കും. ഇവ ഒരു നെഗറ്റീവ് ഓളിയാ. ഒരു 500 രൂപ കൊടുക്കുമ്പോൾ പറഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മളെ വീഡിയോ. എങ്കിലും ഓക്കെ പറഞ്ഞാൽ 500 രൂപ കൊടുത്ത് കണ്ട വീഡിയോ കൊടുത്തിട്ട് അവന് എവിടെയെന്നോ പറഞ്ഞ വീട്ടിൽ അവൻ വേണ്ടെങ്കിൽ കളഞ്ഞപ്പോരേ. ഇവൻ മെനക്കെട്ടിരുന്നിട്ട് നമ്മളിപ്പോ ഒരു ജ്യൂസ് ഉണ്ടാക്കണം, എന്നാ അവന്റെ നിക്കറിന്റെ പച്ച കളറ് പന്നയായിരുന്നു എന്ന് പറഞ്ഞാൽ നീ ജ്യൂസ് കാണണേ, നീ നിനക്ക് ജ്യൂസ് അല്ലേ ഉണ്ടാക്കണത്. ഹലോ ഗൈസ്, ഇവിടെ നോക്കി പറയാം. ക്യാമറ ബ്ലാക്ക് ക്യാമറ. ഹലോ ഗൈസ് അല്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അല്ലേ, മോള് കുറച്ചുകൂടി വലുതാണെങ്കിൽ പല കാര്യങ്ങളും ചോദിച്ചാലേ കുട്ടി ഇവിടെ ഇരുന്ന് പലതും അപ്പൊ ഞാൻ മോളോട് ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി എനിക്ക് ബുദ്ധിയുണ്ടല്ലോ അല്ലേ. ഓക്കെ, നമുക്ക് ചോദിക്കാം, അച്ഛൻ്റെ അടുത്ത് അമ്മേന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, നീ ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം അർജുനേട്ടാ, എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു നിങ്ങൾ ശരിക്കും എന്തൊരു ലക്കി ആയിട്ടുള്ള മാനാന്ന്. ഈ പേരിന് എന്താ പറയാ അനുയോജ്യമായിട്ടുള്ള ഒരാളാന്നാ പറയുന്നത്. സൗഭാഗ്യം, ഇത് സൗഭാഗ്യമാണ് അർജുന്റെ. അതിനോട് യോജിക്കുന്നു? സൗഭാഗ്യമാണ് അർജുൻ ചേട്ടൻ എന്നല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും യോജിക്കുന്നു. സൗഭാഗ്യമാണ് അർജുൻ ചേട്ടൻ എന്നല്ലേ പറഞ്ഞത്? സൗഭാഗ്യമാണ് അർജുന്റെ. പിന്നെ അർജുന്റെ സൗഭാഗ്യമാണ് സൗഭാഗ്യ. അതും ഉണ്ട് കേട്ടോ, അതും പറയാറുണ്ട്. സൗഭാഗ്യമാണ്. അതെ, ഇങ്ങനെയാണ്, അങ്ങനെയാണ്. എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്കൊരു സൗകര്യം ചെയ്യാൻ പറ്റി. ദൈവമായിട്ട് നമ്മൾ അങ്ങനെ സാധിച്ചു. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം ഒരാൾക്ക് പാട്ട് കേൾക്കണമെന്നോ പാട്ട് കേൾക്കണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, അപ്പൊ തന്നെ ഒരു മൂഡ് മാറുന്ന സംഭവമല്ലേ. നമ്മൾ അങ്ങനെയല്ല, സെയിം ടേസ്റ്റ് ആണ് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് എല്ലായിടത്തും പോകുന്നത്. ഇപ്പൊ ഒരു ട്യൂഷൻ ക്ലാസ്സിൽ പോയാൽ എല്ലാവരും ഒരു സ്ഥലത്ത്, ഒരു സലൂണിൽ പോയാൽ എല്ലാവരും ഒരുമിച്ച സലൂൺ. നമുക്ക് അന്ന് സലൂൺ അല്ലല്ലോ, മുടി വെട്ടുന്ന കട, മുടി വെട്ടുന്ന കടയിൽ പോയ ബാർബർ ഷോപ്പ്, മുടി വെട്ടുന്ന കട, മുടി വെട്ടാൻ പോയാൽ നമ്മൾ എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം ഒരാളെ ഒറ്റയ്ക്ക് കാണുമ്പോഴല്ലോ, ആ ഫ്രണ്ട്സിന്റെ കൂടെ കാണുമ്പോഴാണ് അയാളുടെ റിയൽ സ്വഭാവം ഒരാൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ താര കല്യാൺ ഡാൻസ് അക്കാഡമിയിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ ഇത്രയും ഫ്രണ്ട്സിനെ കൊണ്ടാണ് പോകുന്നത്. അപ്പൊ എൻ്റെ ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ സൗഭാഗ്യ ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പൊ ഞാൻ ആ ഗ്രൂപ്പിൽ എങ്ങനെയാണ് എന്തായിരുന്നു എന്നുള്ള സൗഭാഗ്യം വളരെ കുഞ്ഞിലെ തന്നെ സൗഭാഗ്യം കാണാൻ പറ്റി. എനിക്ക് സൗഭാഗ്യം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റി. പിന്നെ കല്യാണം കഴിക്കാൻ അങ്ങനെയൊന്നുമില്ല, സൗഭാഗ്യം ഭയങ്കര കുച്ചാണ്. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ വേറൊരു ഗ്രൂപ്പ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സൗഭാഗ്യമായിരിക്കും എന്റെ ഭാവി വധു എന്ന് ചിന്തിച്ചിട്ടില്ല. ശരിക്കും സൗഭാഗ്യ ഭയങ്കര നല്ല ഭംഗിയാണ് കാണാൻ, സുന്ദരിയാണ്. അപ്പൊ ഈ കുട്ടീനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു ഇഷ്ടമോ അങ്ങനെ ഭംഗി കാണാൻ അന്ന് ഈ കൊച്ചൊരു മറ്റേ ഇത്രയുള്ള ഉടുപ്പ് ഇട്ട് ഒരു 2 സൈഡിൽ മുടിയും പിന്നെ ഇതുപോലെ. ഞാൻ 10th പഠിക്കുമ്പോൾ ഈ സൗഭാഗ്യം എത്ര വയസ്സാണ്? സൗഭാഗ്യം 5ൽ പഠിക്കും. ഞാൻ +2 പഠിക്കുമ്പോൾ ഈ കൊച്ച് 5ാം ക്ലാസ് പഠിക്കുന്നു. 5ാം ക്ലാസ്. അപ്പൊ എത്ര വയസ്സാണ് ശരിക്കും ആർക്ക്? നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആലോചിച്ചു, ഞാൻ പറയും. നമ്മളത് 7 years ഡിഫറൻസാ, 8 years ഡിഫറൻസ്. അപ്പൊ അന്ന് അതുകൊണ്ടൊന്നും നമ്മൾ വിചാരിക്കുകയില്ല അല്ലേ? നമ്മളെ ഭാവി കല്യാണം നമ്മളെ കൂടെ വേറെ പെമ്പിള്ളേർ നല്ല ഇരിക്കില്ലേ? പിന്നെ നമ്മൾ റിസ്ക് എടുത്ത് ടീച്ചറിന്റെ മോളെ പോയി ആരെങ്കിലും നോക്കൂ. നമ്മുടെ കൂടെ അടിപൊളി കുട്ടികൾ ഇരിക്കുകയല്ലേന്ന്. അതെനിക്ക് അന്ന് അറിയായിരുന്നു. ഒന്നാം ഞാൻ അവിടുത്തെ 1 of the best കോളേജിലാണ് പഠിച്ചത്, മാരി വാനീസ് കോളേജ്.
മാരുമാനസിലൊക്കെ പോയിട്ട് ആരെങ്കിലും എന്താ നോക്കൂ. പക്ഷെ ചേച്ചിക്കല്ലേ ശരിക്കും ഇഷ്ടം തോന്നിയത് ഫസ്റ്റ്? എനിക്കന്ന് മറ്റേ ഒരു ക്രഷ് ഈ ചേട്ടൻ അന്ന് എനിക്ക് സൂര്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അന്ന് ചില്ലുന്നൊരു കാതലൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയത്ത് ഈ അർജുൻ ചേട്ടന്റെ ഡ്രസ്സിങ് ഹെയർ കളറൊക്കെ ഏകദേശം അതൊക്കെ പോലെ ആയിരുന്നു. അപ്പം അപ്പൊ നമുക്ക് സൂര്യ പോലെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരിത് തരാന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് തരാം. എന്താ ബേബി? ജെംസ് വേണോ? ജെംസ് മിഠായി വേണോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ ഇരുന്നാ തരും. ഇവിടെ ഇരുന്ന് ഞാൻ താരെ സമീൻ പേരിൽ അമീർ ഖാനെ കണ്ടിട്ട് അതുപോലെ മുടി വെച്ചോണ്ട് പോകുമ്പോ എവിടെ എൻ്റെ അടുത്ത് അയനിലെ സൂര്യ പൊടിക്കണം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? താരെ സമീൻ പേരിൽ അമീർ ഖാനെ പോലെയാണ് പുള്ളി ഉദ്ദേശിച്ച് നടന്നത്. പക്ഷെ നിങ്ങൾ വെറുതെ കൊടുത്ത ഒരു കോംപ്ലിമെന്റ് എന്തായിരുന്നു? ഞാൻ സൂര്യ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ ഇഷ്ടപ്പെട്ടില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു ഇത് കൊള്ളൂല, വേണ്ട, വിട്ട് കളയാന്നുള്ളത് അല്ലേ? അങ്ങനെ അന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ വീണ്ടും പക്ഷെ നമുക്കില്ലേ ചിലതൊക്കെ നമ്മുടെ വേറെ ആർക്കും ഞാൻ സെറ്റ് ആവുന്നില്ല. അതായിരുന്നു സത്യം. ആർക്ക് ഇത്രയും പട്ടി പ്രാന്ത് അതൊന്നും അവർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാവാത്തത് ഈ ചേച്ചിക്ക് മുമ്പത്തെ ഒരു ഇതിന്റെ കാര്യം പറയേണ്ടായിട്ടുണ്ട്. അവരെന്തിനായിരുന്നു ഇത്രയും നല്ലൊരു കുട്ടീനെ? നല്ലൊരു കുട്ടിയൊന്നല്ല. ഈ യോധ സിനിമ ഉണ്ടോ? മോഹൻലാൽ അത്രയും സുന്ദരമായിട്ട് അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവളെ എന്തിനു കണ്ടവന്മാര് കെട്ടണം ഞാൻ അവിടെ ഉള്ളപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു. ഇൻട്രസ്റ്റ് ചേരാത്തതിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അർജുൻ ചേട്ടനെ എന്നെ ഇഷ്ടപ്പെടുകയുള്ളൂ, വേറെ ആർക്കും എന്നെ ഇഷ്ടപ്പെടില്ല. അതാണ് സത്യം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? ഞാൻ പെറ്റ്സ് എനിക്ക് ഇത്രയും സ്നേഹം, അവരെ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടുവോ? എവിടെയെങ്കിലും ടൂറിന് വിളിച്ചാൽ വരില്ല, ട്രിപ്പിന് വിളിച്ചാൽ അയ്യോ പട്ടിക്ക് ആഹാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഭർത്താവ് എപ്പോഴേ കളഞ്ഞിട്ട് പോകും. പക്ഷെ അർജുൻ ചേട്ടൻ അങ്ങനെ പ്രശ്നമില്ല. നമ്മൾ അങ്ങനെ ഒരു മ്യൂച്വൽ ധാരണ. എനിക്ക് തോന്നുന്നിപ്പോ സുധാപ്പു ഉണ്ടായപ്പോ എന്തെങ്കിലും വലിയൊരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്? കുറച്ചുകൂടെ കഴിയട്ടെ, ഇതിനെ പെറ്റ്സിനെ ഗ്യാപ്പിച്ചിട്ട് നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോകണം. സത്യം, അപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. വളരെ വെയിറ്റ് ചെയ്തിരിക്കണം നമ്മള്. എനിക്ക് മനസ്സിലായില്ല. അതായത് മോള് കുറച്ചും കൂടെ വലുതാകുമ്പോ മോളെയും കൂടെ ഏൽപ്പിക്കാമല്ലോ ഈ കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്, നാളെ ഒരാളും കൂടെ വരുമ്പോ കുറച്ചും കൂടെ ഹെൽപ്പ് ആയല്ലോ. നമുക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ പോവാൻ, മോള് ഫുഡ് കൊടുത്തോളും. അങ്ങനെ നമുക്ക് ഒരാളെ വെച്ച് നോക്കിക്കുന്നതിനോട് താല്പര്യമില്ല. നമ്മൾ വീട്ടുകാർ തന്നെ നോക്കുന്നതിനോടാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പൊ മോള് നാളെ ഇതൊക്കെ കണ്ട് അതുപോലെയൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ. മോളിപ്പോ സ്കൂളിൽ വിടുന്നില്ലേ? ശരിക്കും ഏതോ ഒരു സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ എന്തോ താല്പര്യം. എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. സ്കൂളിൽ വിടാതെ വീട്ടിലിരുന്നല്ല, ഹോം ട്യൂഷൻ ചെയ്യിപ്പിക്കണം, ഹോം സ്കൂളിംഗ്. അതായത് ഗുരുകുല വിദ്യാഭ്യാസം അല്ല, ഗുരുകുല വിദ്യാഭ്യാസം സോറി അങ്ങോട്ട് വിടണ്ടേ? അത് അങ്ങനെയല്ല. ഹോം സ്കൂളിംഗ് എന്ന് പറയില്ല, വീട്ടിൽ തന്നെ അവരുടെ എഡ്യൂക്കേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ അവര് മറ്റേ സ്കൂളിൽ പോയി റെഗുലർ സിലബസ് ആയിരിക്കില്ല, ബാക്കി എല്ലാ കാര്യത്തിലും എഫിഷ്യന്റ് ആക്കി വളർത്തുന്ന പോലെ. അപ്പൊ അതില് പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്കേറ്റിംഗ് പഠിപ്പിക്കും, ഈ ചെറിയ മറ്റേ മോട്ടോർ സൈക്കിൾ മാത്രം പോരാ. ഇപ്പൊ ഒരു ഹോഴ്സ് റൈഡിങ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യണം. ടൂ വീലേഴ്സ് മോട്ടോർ സ്പോർട്സിലാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യണം. ഇതൊക്കെ എന്റെ ആഗ്രഹം. ഡാൻസിലാണ് ഇഷ്ടമെങ്കിൽ ഡാൻസ് ചെയ്യട്ടെ, പാട്ടാണ് ഇഷ്ടമെങ്കിൽ പാട്ട് ചെയ്യട്ടെ, പാട്ട് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കട്ടെ എന്നുള്ളത്. നമ്മളെല്ലാവരും സ്കൂൾ ഭയങ്കര സംഭവമായിട്ട് പഠിച്ചിട്ട് ഡാൻസിനെ ഒരു സൈഡിൽ വെച്ചിരുന്നു. എന്നിട്ട് അവസാനം ജീവിക്കാൻ വേണ്ടി ഡാൻസിൽ എടുത്ത് വെച്ചത്. അതിനേക്കാൾ ആദ്യമേ അങ്ങനെ ഡാൻസ് എന്റെ വീട്ടുകാരെ പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അവരെന്റെ 10th കഴിഞ്ഞപ്പോഴേ പറഞ്ഞു നീ ഡാൻസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നെ ആരൊക്കെയോ എന്റെ ഫ്രണ്ട്സൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മറ്റേ നമ്മൾ അയ്യോടാ നായി പോകുമെന്ന് വിചാരിച്ച് ഞാൻ ക്ലാസിക്കൽ ഡാൻസിനെ പുച്ഛിച്ച് വേണ്ടാന്ന് വെച്ച് ഞാൻ പിന്നെ പോയി ഇതൊക്കെ ചെയ്ത് ടെക്നോ പാർക്കിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് വീണ്ടും പിരിച്ച് മറ്റേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ എന്ന് പറഞ്ഞ പോലെ ഡാൻസിൽ തന്നെ വരേണ്ടി വന്ന് ഒരു ഡാൻസ് ടീച്ചറിനെ തന്നെ കല്യാണം കഴിച്ച്. അത് ഭയങ്കര തെറ്റിദ്ധാരണ. ഡാൻസ് പഠിച്ചാൽ ഫെമിനിൻ ആയി പോകുന്നു. അങ്ങനെയല്ല, ആൾക്കാരെ ഡാൻസ് കളിച്ച് അവര് ഫേമസ് ആവുന്നുണ്ട് അതിന് അർത്ഥമല്ല. ഡാൻസ് കളിച്ചോണ്ട് അതെ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ വിനീത്. ഒരുപാട് പേരുണ്ട്. അത് വേറൊരു തലമാണ്. അത് ക്രോമസോമൽ ആയിട്ടുള്ള കാര്യങ്ങളും ഹോർമോണിന്റെ ഇതും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അതും ഡാൻസുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഡാൻസ് ഭരതനാട്യം പഠിച്ചു കഴിഞ്ഞാൽ ഫെമിനിൻ ആയി പോകുന്നൊക്കെ ഉള്ളത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അങ്ങനെയില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ സൗഭാഗ്യച്ചിന്റെ വീഡിയോസ് ഭയങ്കര വൈറലാണ്. സത്യമായിട്ട് അത് പ്രതീക്ഷയില്ല ഇത്രയും. കാരണം ഈ വീഡിയോ ആണ് ഞാൻ മരിച്ചിടന്ന് യൂട്യൂബിൽ ഇട്ടോണ്ടിരുന്നത്. അവിടെ ഒന്നും വൈറലൊന്നും ആയില്ല. അവിടെയും മില്യനൊക്കെ അടിച്ചിരുന്നെങ്കിൽ ഞാൻ ആരായി പോയി. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോ അങ്ങ് കത്തി അങ്ങ് കയറി. അതെന്താ എനിക്ക് 2 ഡിഫറെന്റ് ഓഡിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാർക്ക് ഞാൻ എന്തോ കാണിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എന്റെ യൂട്യൂബിൽ ഇത്രയും വർഷമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം എന്റെ വീട്ടിൽ ഇത്രയും പെറ്റ്സ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതൊരു പുതിയ കാര്യമേ അല്ല. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോഴാണ്
ഈ സൗഭാഗ്യം ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ഒട്ടും അത് പ്രതീക്ഷിക്കുന്നില്ല. എന്നെ കണ്ടാ ഈ കുഞ്ഞു കുപ്പയെടുക്കാത്ത സംഭവം എന്ന് അറിയാമോ, സൗഭാഗ്യം എന്നല്ല, ഈ ലോകത്തുള്ള ആർക്കും ഒരു വെള്ളിയാഴ്ച എണീച്ച് വന്ന് ഇത്രയും ജീവികളെ നോക്കാനൊന്നും പറ്റൂല. ഇല്ല, അത് കുഞ്ഞിനെ തൊട്ട് നോക്കുന്നോണ്ടേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് മാത്രമല്ല ആള് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ രാവിലെ എണീക്കുകയാണെങ്കിൽ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നു. ഏതൊരു ബ്ലോഗറുണ്ടല്ലോ, ഏതൊരു പയ്യനൊക്കെ വന്ന് സൗഭാഗ്യമൊക്കെ സംസാരിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണോ? എന്തിന് സൗഭാഗ്യം അപ്രീഷിയേറ്റ് ചെയ്യണം? ഞാൻ ചെയ്യുന്നത് ഒരു നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആൾക്കാരെ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് നല്ലൊരു കാര്യം. അപ്രീഷിയേറ്റ് ചെയ്തതിന് കുറ്റം പറഞ്ഞ ഒരാളെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അവൻ ഈ വീഡിയോ ഇട്ടാണ് മറ്റേ ലേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ പറഞ്ഞ എല്ലാവരും മറ്റേ സിനിമയിലുള്ള പോലെ എല്ലാവരും വീട്ടിലും ഒരു കോഴി, ഒരു പശു, ആരോഗ്യമുള്ള ഒരു ജനതയെ നമ്മൾ വാർത്തെടുക്കാം. നമുക്കത് ഇഷ്ടം നമ്മൾ ചെയ്യും. നിനക്ക് കാർ ഓടിക്കാൻ ഇഷ്ടം, നീ കാർ ഓടിയിര്. ഈ ടി വി കാണാൻ ഇഷ്ടം, ടി വി ആണെന്ന് തന്നെയാണ് ആ സൗഭാഗ്യം പറഞ്ഞിരിക്കുന്നത്. ടി വി കാണുന്നതാണ് ഇഷ്ടം, ടി വി കാണാന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. എല്ലാവരും ജോലി ചെയ്യണം എന്ന് സൗഭാഗ്യം പറഞ്ഞിട്ടാക്കി. അങ്ങനെ സൗഭാഗ്യം പറഞ്ഞിട്ടില്ല. അതെ അതെ അതെ, ഇല്ല ഒന്നും പറയുന്നില്ല. പുള്ളിക്കാരിയുടെ ഒരു ജീവിതശൈലി ചെയ്തുകൊണ്ട് പോകുന്നു. അത് വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന. പക്ഷെ എന്നെ പോലെ മടിച്ചികളായിട്ടുള്ള ആളുകളെക്കാട് ഇത് കാണുമ്പോ അയ്യോ ഇതെങ്ങനെയാ ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യുന്നത്. വർക്ക് ചെയ്തോണ്ടിരിക്കില്ല. അത് മടി നമ്മളെ വർക്കിനേക്കാൾ ഉപരി എനിക്ക് തോന്നിയൊരു കാര്യാട്ടോ. കാരണം ഞാൻ ഇത്രയൊന്നും പണിയെടുക്കൂല സത്യം. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഇപ്പൊ കണ്ടില്ലേ, നന്ദുവിനെ അഴിച്ചു വിട്ടപ്പോ കണ്ടായിരുന്നു. നന്ദുവിനെ അഴിച്ചു വിട്ടപ്പോഴത്തേക്ക് നന്ദുവിനെ ചുമ്മാ എല്ലാവരും കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ഇത് നന്ദുവിനെ ഒരാൾ കൊണ്ടുപോകണ കാണാനല്ല നമ്മൾ വളർത്തുന്നത്. നമ്മള് ഒരു കാളയെ വളർത്തുന്ന, കാളയെ നമുക്ക് പിടിച്ചോണ്ട് പോകണം, നമുക്ക് കുളിപ്പിക്കാനും നമുക്ക് തൊടാനും നമുക്ക് കൂടെ നിൽക്കാനും ഒക്കെയാണ് വളർത്തുന്നത്. അത് വേറൊരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരണ്ട. ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ട്. ആ ആൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പം നമുക്ക് കറക്റ്റ് ടൈമിൽ കോഫി തരും, കറക്റ്റ് ടൈമിൽ ആഹാരം തരും, നമ്മൾ ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. ഇതെല്ലാം പുള്ളിക്കാരി ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. നമ്മൾ അത് ചെയ്യുന്നു. അല്ലാതെ ആരും നമ്മളെ ഫോളോ ചെയ്ത് എല്ലാവരും നാളെ തൊട്ട് വീട്ടിലൊരു കാള അല്ലെങ്കിൽ 5 പട്ടി വാങ്ങിച്ച് വളർത്തുന്നു നമ്മൾ പറയുന്നില്ല. ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ വ്ളോഗ്സിൽ പെറ്റ്സിനെ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ വളർത്തല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇല്ലെങ്കിൽ ചെയ്യല്ലേ എന്നാണ് പറയുന്നത്. ഒരു ഡോഗിന് ഒരു 1 hour എങ്കിലും കൊടുക്കാനില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഡോഗിനെ വളർത്താതിരിക്കുന്നത് നല്ലത്. ഒരു 1 hour നമുക്ക് ഡോഗിന് തുടങ്ങും. അപ്പോൾ രാവിലെ 20 minutes, വൈകുന്നേരം 20 minutes, അങ്ങനെയാണെങ്കിൽ കൂടി എങ്ങനെങ്കിലും സമയം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകതയാണത്. കാര്യം ഞാൻ മുമ്പത്തേലും പറയണ്ടായി, നമ്മൾ സാധാരണ ഒരൊറ്റ പെറ്റുള്ള വീട്ടിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ആ പെറ്റിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ നമുക്ക് എങ്ങനെയായാലും. പക്ഷെ ഇവിടെ ഇത്ര മാത്രം പക്ഷികളുണ്ട്. അതിന്റെയൊക്കെ ക്രെഡിറ്റ് അർജുൻ. ഒരു ബാഡ് സ്മെല്ല് പോലും ഇല്ല. ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ ചില ഇതുണ്ടല്ലോ, കൂടിങ്ങനെയാണ് ഇരിക്കേണ്ടത്, കൂടിനകത്ത് വെച്ച് ഫീഡ് ചെയ്യാൻ പാടില്ല, വെള്ളത്തിന്റെ പാത്രം അങ്ങനെ അഴുക്കായിട്ടിരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മളും എല്ലാവരും അത് സൂക്ഷിച്ചു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഡോഗ്സ് ആണെങ്കിലും എല്ലാ ജീവികളും അത്രയും മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കാൻ കാരണം അത് അർജുൻ ചേട്ടൻ അത്രയും നന്നായിട്ട് നോക്കി പോണോണ്ട്. ഓക്കെ, അതൊക്കെ പോരായിട്ട് പിന്നെ കുറെ കുന്തിരിക്കം പോക്കൊന്നും കാണാം. ഇല്ലാതെ ഇവിടെ ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂല. അത് ഈ ഏരിയയിൽ കുറച്ച് കൊതുക് കൂടുതലാണ്. അപ്പം നമ്മൾ കുന്തിരിക്കം കുറച്ച് നാച്ചുറൽ ഒരു മരത്തിന്റെ ഒരു കറയാണല്ലോ കുന്തിരിക്കം. അപ്പൊ അതിടുമ്പോൾ അതിൽ നിന്ന് പോകുന്ന കുറച്ച് നാച്ചുറൽ ആയതുകൊണ്ട് ഒരു ജീവികൾക്കൊന്നും ഹാംഫുൾ അല്ല എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് കെമിക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയാം. കുറിച്ച് മറ്റേ ഭയങ്കര മറ്റേ ടൂ മച്ച് ഇൻറ്റു അതാണെന്ന് എനിക്കറിയണ്ട. അപ്പോൾ പക്ഷെ അങ്ങനെ കാണുന്നതുകൊണ്ട് നാച്ചുറലി കിട്ടുന്ന ഒരു സാധനം കൊണ്ട് ആനിമൽസിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർ കൊതുകടിക്കാതെ ഇരിക്കട്ടെ. ഇപ്പോൾ ഫാൻ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കൂടെ ഇതും കൂടെ. ഓക്കെ, ഇപ്പൊ ശരിക്കും അർജുൻ എന്ന ഒരു ഭർത്താവിനെ ഏകദേശം നമ്മൾ കണ്ടിട്ട് മനസ്സിലായി, നല്ല മരുമോനാണെന്നും നമുക്കറിയാം. ശരിക്കും അർജുൻ എന്നൊരു അച്ഛൻ ശരിക്കും എങ്ങനെയാണ്? ട്രെയിൻ ചെയ്ത് കിടത്തുന്നുണ്ട്, സ്വന്തമായിട്ട് തടവി ഉറങ്ങിയാണ് എൻ്റെ മോള്. അത്ര സെറ്റ് ഫാദറാണ് ഞാൻ. നിങ്ങളൊരു മിടുക്കനാണ് അല്ലേ? ശരിക്കും സെൽഫ് എക്യുപ്ഡ് ആണ്, സ്വന്തമായിട്ട് ഇങ്ങനെ തടവി. അല്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ഒരു ഇതെടുത്തിട്ട് അവൾ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞ് അവള് കിടന്നുറങ്ങി. അതിന്റെ ടിപ്സ് എന്താ? അതെങ്ങനെയാ നമ്മളൊക്കെ നാളെ ചെയ്യൂല, അതുകൊണ്ട് നമ്മളൊക്കെ അങ്ങനെ. എന്റെ കുഞ്ഞൊക്കെ ഞാൻ ഒറ്റ ടിപ്പേ ഉള്ളൂ, നമുക്ക് നമ്മളെ കൂടെ ആണല്ലോ നമ്മുടെ മക്കൾ വളരുന്നത്. അപ്പൊ എപ്പോഴും നമ്മളൊരു ഐഡിയോളജിയിൽ വളരുന്നത് നല്ലത്. അതിന് വേറെ ആൾക്കാരുടെ ഇൻഡിഫറൻസ് ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉണ്ടായിരിക്കുന്നത് വഴക്ക് പറയുമ്പോൾ നീ അത് നന്നായിട്ട് വാ എന്ന് ഇപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അത് കേൾക്കും. അപ്പനും അമ്മയല്ലേ എന്ന് കേൾക്കും. അത് കേൾക്കുമ്പോൾ പിള്ളേർ അത് ഒരു കാരണമാക്കി വയ്ക്കും. എൻ്റെ അപ്പനെയും അമ്മയും എന്നെ വഴക്ക് പറഞ്ഞ് എനിക്ക് പറയാൻ വേറൊരു ഹാൻഡ് ഉണ്ട്, അപ്പർ ഹാൻഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യും. മിസ്യൂസ് ചെയ്യുന്ന ചില ആൾക്കാർ മോളിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട്.
അങ്ങനെ ചെയ്യും. അങ്ങനെ ഇല്ലാതിരുന്നാൽ ചിലപ്പോൾ ഇപ്പം നമ്മളെ മോളെപ്പോഴും നമ്മുടെ വർക്ക് സ്റ്റൈലിൽ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതായിരിക്കും നമ്മുടെ കുട്ടിക്ക് നല്ലത്. അപ്പൊ അതിന് കറക്റ്റായിട്ട് നമ്മുടെ കൂടെ നിൽക്കാനുള്ള ടൈം കിട്ടും. പിന്നെ ഏറ്റവും വലിയ കാര്യം ഒരു നോ ഇപ്പോൾ പേരൻസിൽ ഒരാൾ പറയുമ്പോൾ അത് അടുത്ത ആൾ അത് ഈസി ആക്കി വിടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ വലിയവരുണ്ടെങ്കിൽ പറയും ഇവിടെ 10 മണിക്ക് ശേഷം ഇവിടെ കൊച്ചിനെ കൊണ്ടുപോകും വെളിയേറെ കണ്ടോ വീട്ടിൽ അപ്പൊ അവര് നമ്മളെ കൂടെ ഇരിക്കാനുള്ള ടൈം കുറയല്ലേ. അതിനേക്കാളും നല്ല എപ്പോഴാണ് എന്താണ് നമ്മളെപ്പോഴും കൊണ്ടുവന്നു അപ്പോൾ അപ്പോഴാണ് നമ്മളെ മാനേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത്. പുറത്തുള്ള ആൾക്കാർക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണം പഠിക്കണം. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ആഹാരം കഴിക്കണം എങ്ങനെയാണെന്ന് പഠിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ചേട്ടൻ ഒരു കാര്യം നോ പറഞ്ഞാൽ അത് എനിക്കും നോ തന്നെയാണ്. ഞാൻ അത് സാധിച്ചു കൊടുക്കില്ല. നമുക്ക് വിഷമമൊക്കെ തോന്നും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് ടൂ മച്ച് ആയി പോയി എന്നൊക്കെ സ്വാഭാവികം തോന്നും. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യുന്നത് എൻ്റെ അടുത്ത് തോന്നി ചേട്ടാ അത്ര വഴക്ക് പറയേണ്ടായിരുന്നു. അല്ലാതെ ഉടനെ മക്കളെ അമ്മ എടുത്തുവാ എന്നൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. അമ്മ നോക്കിക്കോളാം എന്നൊന്നും സ്വാഭാവികം പറയാം. ഞാനൊക്കെ വളർത്തുന്ന രീതി തെറ്റാണ്. തെറ്റൊന്നല്ല, നിങ്ങളെ വളർത്തുന്നതാണ് നിങ്ങളുടെ മോക്ക് ഏറ്റവും അല്ലെങ്കിൽ കുഞ്ഞിന് ഏറ്റവും നല്ലത്. ഇപ്പോഴും നമ്മളെ രീതിക്ക് വളർത്തണം. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നിങ്ങൾ വളർത്തുന്ന രീതി നമ്മളുമായിട്ട് കറക്റ്റ് എന്നല്ല, നമ്മുടെ രീതി ഇതാണ്. നിങ്ങളുടെ രീതിക്ക് വളർത്തുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന് നല്ലത്. ഇപ്പം ഈ അച്ഛനമ്മയും പറഞ്ഞ കേൾക്കരുത് നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളെപ്പോൾ കാണുമ്പോഴും ആള് ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര ജോളി ആയിട്ടൊക്കെ ഉള്ള ഒരാളാണ് ചേട്ടൻ. അപ്പം ഇങ്ങനത്തെ ആളുകള് നമ്മൾ മുമ്പ് പറയുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരാളുകൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യും. എനിക്ക് എപ്പോഴും ദേഷ്യം വരില്ല, പക്ഷെ ദേഷ്യം വന്നാൽ അത് ഭയങ്കര എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിയിരിക്കുന്നത് എന്റെ ചിരി അപ്പം തീരും. സ്വാഭാവിക സർപ്രൈസ് ആയിട്ട് ബൈക്ക് വല്ല വാങ്ങിച്ചാൽ കഴിഞ്ഞ് പിന്നെ ആ ബൈക്ക് ഓടിച്ച് ഒരു 2 മാസം ആവണവരെ ഞാൻ ഇങ്ങനെ ഇരിക്കും. എനിക്കത് അങ്ങനെയാണ്. ഞാൻ പിന്നെ ഫുൾ അതിൽ ഇൻവോൾവ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കും അർജുനേട്ടൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. സർപ്രൈസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പോലെ വാ എന്നൊന്നും കെട്ടിപ്പിടിക്കും ഇങ്ങനെ അങ്ങിരിക്കും. ചേട്ടൻ എനിക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടും സന്തോഷം വന്നാൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അത് താങ്ങാൻ കൂടുതൽ സന്തോഷം വന്നാൽ പിന്നെ ഒന്നുമില്ല, ഒരു ഇമോഷനും ഇല്ല. എല്ലാത്തിലും അങ്ങനെ താങ്ങാൻ പറ്റുന്നതിനെക്കാളും കൂടുതൽ ദേഷ്യം, സങ്കടം, സന്തോഷം. ഞാൻ കവാസാക്കിയിട്ട് ബൈക്കൊക്കെ എടുത്തപ്പോഴേ ഞാൻ ഷോറൂമിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു. ആക്ച്വലി ഞാൻ അങ്ങനെ ചുമ്മാ അഭിനയിച്ചതാണ്. ഞാൻ പറഞ്ഞ ചേട്ടാ കുറച്ച് സന്തോഷക്കാരെ കേട്ടോ. അങ്ങനെ കൊടുത്ത ഏറ്റവും വലിയൊരു സർപ്രൈസ് കൊടുത്തിട്ട് ചേച്ചിക്ക് വേണ്ടായിരുന്നു തോന്നിപ്പോയ സംഭവം എന്താ? എനിക്ക് വേണ്ടായിരുന്നൊന്നും തോന്നില്ല. ഈ ഒരു മൂഡായിട്ട് കൊടുക്കാൻ പറ്റാറില്ല. കാരണം പിന്നെ ഞാൻ എവിടെ പോയി നിന്നാലും എവിടെ നിൽക്കുന്നെന്ന് ആരെങ്കിലും വിളിച്ചു പറയാം. ചുമ്മാ അങ്ങനെയൊന്നുമല്ല. അത് മാത്രമൊന്നുമല്ല, ഇവിടെ എന്ത് ചെയ്യുന്ന അവിടെ എന്റെ നമ്പർ കൊടുക്കും ആ കടയിൽ. അങ്ങനെ പിന്നെ ഇപ്പൊ ഞാനൊരു ഞാൻ സമ്മതിച്ചല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ വാച്ച് വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ വാച്ചിന്റെ ഷോപ്പിൽ നിൽക്കുന്ന ആള് ചിലപ്പോൾ ചേട്ടന്റെ ഫ്രണ്ട് ആയിരിക്കും. ചുമ്മയിലുള്ള ആളിയാ വൈഫ് ഇപ്പൊ ഇവിടെ വന്നിരുന്നത്. അപ്പൊ ഞാൻ എന്തിനാ അവിടെ പോയെന്നുള്ള ഗസ് ചെയ്യുമല്ലോ. അപ്പൊ എനിക്ക് മെസ്സേജ് സത്യമായിട്ട് വന്ന് എന്നിട്ട് പറഞ്ഞോ? എന്താ ചോദിച്ചോ? വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? ഞാൻ മിണ്ടാതിരിക്കേ എവിടെ പോയി കുട്ടി ഞാൻ എവിടെ പോയാലും പറയണോ? പിന്നെ ലുലുവിൽ സൗഭാഗ്യം നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നത്? സൗഭാഗ്യം കാണുമ്പോൾ എല്ലാവരും എടാ എവിടെയൊക്കെ ഉണ്ടാ നീ? ഞാൻ വീട്ടിൽ പോടാവണമെന്ന് കള്ള നീ ലുലുവിലുണ്ടല്ലോ. സൗഭാഗ്യം ഇപ്പൊ താണ്ട മലബാർ വാച്ചസിനകത്തോട്ട് കയറാൻ എനിക്ക് അങ്ങനെ പറ്റാറില്ല. സർപ്രൈസ് കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഈ വാച്ച് എങ്ങനെ കൊടുത്ത സർപ്രൈസ് ആയിരുന്നോ? അല്ല, ചേട്ടനെ കൊണ്ടുപോയേ തന്നെ. നമുക്ക് ഒരുമിച്ച് ചേട്ടൻ എന്തെങ്കിലും സർപ്രൈസ് കൊടുത്തിട്ടുണ്ടോ? എനിക്കെല്ലാം പറ്റും സർപ്രൈസ് കൊടുക്കാൻ പറ്റും. ഞാൻ ആദ്യമേ തന്നെ എല്ലാവരും പറയും ഒരൊറ്റ എണ്ണ വിളി സ്വാഭാവികത്തിൽ കണ്ണ് മൂക്ക് പറ്റും. കാരണം എനിക്ക് ഫ്രണ്ട്സേ ഇല്ല. അർജുൻ ചേട്ടന്റെ നാട് നീളെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്തെങ്കിലും എനിക്കൊരു കാര്യം ഓർഗനൈസ് ചെയ്യണമെങ്കിൽ അർജുൻ ചേട്ടൻ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആയിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. അപ്പൊ ഇപ്പൊ ഉള്ള എന്റെ പഴയ ഫ്രണ്ട്സിനെ ഇപ്പോഴും സ്വാഭാവികം അപ്പോഴേ അറിയാം നമ്മളെ ഫ്രണ്ട്സ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം സ്വാഭാവിക ഒരു ആക്സസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏട്ടൻ കൊടുത്ത ഏറ്റവും നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്താ? ചേട്ടൻ എപ്പോഴും എല്ലാ സർപ്രൈസ്, കാരണം ഞാൻ അറിയില്ലല്ലോ. ഒരു മാർഗം നമ്മൾ എങ്ങനെയാ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് അറിയാമോ? ഒരാൾ എന്താണ് വേണ്ടതെന്നുള്ള ആൾക്ക് അറിയായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞത് കൂട്ടി എനിക്ക് യെല്ലോ വാച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിറാമിക് ആണ്, എൻ്റെ എന്താ പറയുന്നത് എഡ്ജ്, ടൈറ്റൻ്റെ എഡ്ജാണ്. ഇപ്പൊ ടൈറ്റൻ്റെ വാച്ച് വാങ്ങിച്ചത് കുഴപ്പമുണ്ടോ? നമ്മളിപ്പോൾ എല്ലാം സ്വിസ് വാച്ചല്ലേ ഇരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, ചേട്ടൻ ഇഷ്ടമാണെങ്കിൽ വാങ്ങി എന്നൊക്കെ ഇങ്ങനെ പറയും. നമ്മള് വാങ്ങിക്കാം അല്ലേ? എനിക്കങ്ങനെ നല്ല ഇഷ്ടപ്പെട്ടു, ഭയങ്കര നല്ല കളർ.
അപ്പൊ സൗഭാഗ്യം അറിയാമല്ലോ എനിക്ക് ഇഷ്ടമാണെന്നുള്ളത്. അപ്പൊ സൗഭാഗ്യം മറ്റേ ചിന്തിക്കേണ്ട കാര്യമില്ല. സൗഭാഗ്യം എനിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നേരെ പോയി അതങ്ങ് വാങ്ങിക്കും, വാങ്ങിച്ചു തരും. വേറെ കാരണം പുള്ളീനെ പറയുന്നത് ഞാൻ ഇതേപോലത്തെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് എൻ്റെ എന്തോ കമന്റ് ഒക്കെ വന്നു, എന്റെ ഭാര്യയ്ക്ക് മിക്സി ഇഷ്ടമെങ്കിൽ മിക്സി വാങ്ങിച്ചു കൊടുത്തതല്ല, അപ്പം വീട്ടിലെ കാര്യമൊന്നും നടക്കും, ഭാര്യയ്ക്ക് ഇതായെന്ന് പറഞ്ഞു. സ്വാഭാവികം എപ്പോഴും എൻ്റെ തോന്നി എനിക്ക് റിക്ലൈനർ ഇഷ്ടമാണ്, റിക്ലൈനർ വേണം, നടുവ് വേദനയാണ്, അപ്പൊ കിടന്ന് TV കാണാമല്ലോ, വായിക്കാം, ഫോൺ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ റിക്ലൈൻ ചെയ്തിട്ട് ഇരിക്കാമല്ലോ ചേട്ടാന്ന്. അപ്പൊ അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത 2 റിക്ലൈനറാണ്. ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്താണോ ആവശ്യമുള്ളത് അതാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ റൂം സെറ്റ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ റൂം സെറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം റൂം സെറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ളത്. ഞാൻ കുറെ ചെടി വാങ്ങിച്ചു, 10 രൂപ ചെടി വാങ്ങിച്ചു കൊടുത്തു. ചിലർക്ക് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ചില ഐറ്റംസ് പ്രതീക്ഷിക്കുമല്ലോ, അതല്ലെങ്കിൽ അവര് പറയാം ഇതാണോ ഗിഫ്റ്റ്, ഡയമണ്ട് മോതിരം, അങ്ങനെയല്ല സ്വാഭാവികം, അങ്ങനെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറ്. നല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോ നിങ്ങൾ 5 years കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ അല്ലേ? അടിപൊളി, മാഷാഅല്ലാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരേജ് ലൈഫിന് വേണ്ട കുറച്ച് ക്വാളിറ്റീസ് പറയാൻ പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെ പറയും? ഞാൻ പറയും ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ്, വേറെ ഒന്നും വേണ്ട, ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് മാത്രമേ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പാണ് വേണ്ടത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലല്ലേ ഇപ്പം ഹെൽത്തിലും സിക്നസിലും പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ പറ്റത്തുള്ളൂ. അല്ലാത്തവരൊക്കെ പാതി വഴിക്ക് അങ്ങ് പോകും. അപ്പൊ ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ കണ്ടിടത്തോളം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മാരേജിന് വേണ്ട. ഫ്രണ്ട്ഷിപ്പ് എപ്പോ തീരുന്നു അപ്പൊ ആ റിലേഷൻഷിപ്പ് തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മള് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര റീച്ചുള്ള ഒരു കാര്യമാണ്. അതിലിപ്പോ കുറെ പോസിറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്, കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ എത്ര അടിപൊളിയായി നിന്നിട്ടും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരുന്നില്ലേ പല പല സാധനങ്ങൾക്ക്? ശരിക്കും അവരുടെ അടുത്തൊക്കെ എന്താ പറയാനുള്ളത്? വെറുതെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നവർക്ക് അവരോട് എന്റെ അപ്പനല്ല തന്ത, നിന്റെ തന്തയല്ലേ എന്റെ തന്ത. ആ നിലവാരത്തിൽ എനിക്ക് എല്ലാവർക്കും ഉള്ള ആൻസർ ഉണ്ട്. ഞാൻ ഇപ്പൊ ഇന്റർവ്യൂവിൽ എടുത്ത് എന്റെ കമന്റ് വായിച്ച് ഞാൻ ഓരോന്നിനും ഞാൻ നിലവാരത്തിലോട്ട് ആ നിലവാരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാനൊരു 5 കമന്റ് വായിച്ചട്ടെ. പോവണ്ട, ഇത് നമുക്കൊരു കമന്റ് റിയാക്ഷൻ സെക്ഷൻ ആട്ടോ. അത് നമ്മൾ ലൈവ് ആയിട്ട് പേര് പറയണ്ട. എനിക്ക് ശരിക്കും വിഷമം വരും, ഞാൻ വായിക്കൂല. സത്യമായിട്ട് ഞാൻ നോക്കും, വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാമിലി, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഇടയിലും എന്തിനാണ് ഈ ഓരോ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതെന്ന് പലപ്പോഴും ഓരോരുത്തരുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കമന്റ് ബോക്സ് ഓരോ സിനിമ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ ഫുഡ് അഭിനയിക്കാറുണ്ട്, വേറെ പന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാട്ടിൽ. പിന്നെ നമ്മളല്ല, കമന്റ് ബോക്സ് ഒരു 90% ആൾക്കാരെ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന സ്ഥലമാണ്. അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ട് അവർക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നില്ല, വേറെ ആൾക്ക് കിട്ടുന്നു, ഇതൊക്കെ കാണുമ്പോൾ ഉള്ള ഫ്രസ്ട്രേഷൻ ആണ് 90% ഓഫ് ദ ടൈം കമന്റ് ബോക്സിൽ കാണുന്നത്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം പണ്ടത്തെ പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല സംഭവം. ഇപ്പൊ ഒരാൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇപ്പൊ അയാൾ പടം വരയ്ക്കും, ഇപ്പൊ അയാൾ അതിന്റെ വീഡിയോ ഇടുന്നു, അവന്റെ പടം കൊള്ളൂല, ഇതാണോ നിന്റെ പടം വരപ്പ് എന്ന് ചോദിക്കണ. നിനക്ക് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടോ? പെൻസിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കും, ഇതിങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുന്നു പറഞ്ഞു കൊടുക്കാൻ വയ്യെങ്കിൽ അത് സ്ക്രോൾ ചെയ്ത് വിട്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി അതങ്ങ് പൊയ്ക്കോളുമല്ലോ. അല്ലാതെ ഇങ്ങനെ ഒരു ഗിയർ 3 ഇട്ടിട്ട് താഴെ ഒരു വലിയ കല്ല് മുകളിൽ പൊക്കി വെച്ചാലല്ലോ അടുത്ത വീഡിയോയിലോട്ട് പോണത്. അല്ലെങ്കിൽ അവൻ ഒരു 500 രൂപ കൊടുക്കുമ്പോൾ പറഞ്ഞ ഒരു വീഡിയോ ആണ് നമ്മളെ വീഡിയോ എങ്കിൽ ഓക്കെ, അവൻ പറഞ്ഞാൽ 500 രൂപ കൊടുത്ത് കണ്ട വീഡിയോ കൊടുത്തിട്ട് അവന് എവിടെയെന്നോ പറഞ്ഞ വീഡിയോയിൽ അവൻ വേണ്ടെങ്കിൽ കളഞ്ഞപ്പോരേ. ഇവൻ മെനക്കെട്ടിരുന്നിട്ട് നമ്മളിപ്പോ ഒരു ജ്യൂസ് ഉണ്ടാക്കണം, അവന്റെ നിക്കറിന്റെ പച്ച കളർ പന്നയായിരുന്നു എന്ന് പറഞ്ഞാൽ നീ ജ്യൂസ് കാണണേ, നീ നിനക്ക് ജ്യൂസ് അല്ലേ ഉണ്ടാക്കണത്, അവൻ എന്തിനു നിക്കർ നോക്കാൻ പോണത്? സത്യോ അല്ലേ? നീ 5 കമന്റ് വായിക്കട്ടെ. പിന്നെന്ത് പേര് വായിക്കണ്ട അല്ലേ? പേരും വായിരും അവന്റെ ചേട്ടാ എന്ത് ഒരു കുഴപ്പമില്ല, വായനകട്ടെ. അതെ, ഇങ്ങനെയാണെങ്കിൽ ഞാൻ പഠിച്ചേനെ കുറച്ച് കുറെ കമന്റ് ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ മറന്നോണതാണ്. നമുക്ക് ആദ്യം കുറച്ച് പോസിറ്റീവ് കമന്റ്സ് വായിക്കാം. എല്ലാം പോസിറ്റീവ് തുടങ്ങട്ടെ. ഓക്കെ, അർജുനേട്ട് ഒന്ന് ഉറങ്ങാണോ? വേറെ ആലോചിച്ചു, നെഗറ്റീവ് കമന്റ് ഒക്കെ ആലോചിച്ചു പറഞ്ഞു എന്ത് പറയണമെന്നുള്ളതല്ലേ? നെഗറ്റീവ് കമന്റുള്ള കാര്യം ആലോചിച്ചു. പോസിറ്റീവ് കമന്റ് ഇട്ടു ഞാൻ ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിൽ എന്റെ കണ്ണ് പെട്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അനു ഹരിദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയോ ആരോ ഒരാളിട്ടതാണ്. സൗഭാഗ്യം എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത്, കാണുമ്പോൾ തന്നെ എനിക്ക് ക്ഷീണം തളർച്ച വരും, അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നോ കിടന്നോ മാത്രമേ ഞാൻ കാണാറുള്ളൂ. സത്യമാണത്, നമുക്കാണ് ആ ഒരു ക്ഷീണം ഇതൊക്കെ വരുന്നത്. ആൾ ഓക്കെ ആയിട്ടിരിക്കും അല്ലേ? അത് സത്യമായിട്ട് ആ വീഡിയോയിൽ കാണുന്ന
അത് കാണുമ്പോൾ എന്താണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നതെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നത് ഭയങ്കര ടയേർഡായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടയർസമായിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇതെല്ലാം ചെയ്യണം ചിലതിൽ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. അല്ല അത് അവരങ്ങനെയാണ് അത് എടുക്കുന്നത്. എപ്പോഴും മേക്കപ്പ് ഇട്ട് എന്നിട്ട് ഇവിടെ മേക്കപ്പ് ഇല്ലാകുമ്പോൾ ആൾക്കാർ അയ്യോ ഒന്ന് വയ്യായിരിക്കും. ഇനി മേലാ മേക്കപ്പ് ഇല്ലാതെ പോവോ? ശരിക്കും അത് ഭയങ്കര അങ്ങനെ ടയേർഡ് ആവണ പണിയല്ല. അപ്പൊ എന്റെ പട്ടിയൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങും, കൂട്ടി കയറാന്ന് പറഞ്ഞാൽ കയറും, കഴിക്കണമെന്ന് പറഞ്ഞാൽ കഴിക്കും. അതിലിപ്പോ എന്തോ ക്ഷീണിക്കായിരിക്കുന്ന ഒന്നുമില്ല. നന്ദു ആണെങ്കിലും നമുക്ക് വിളിച്ചോണ്ട് അങ്ങോട്ട് ഇറക്കി തിരിച്ച് കയറ്റി കുളിപ്പിക്കാതൊന്നും ഭയങ്കര ക്ഷീണമുള്ളൊരു സംഭവമല്ല. പക്ഷെ അതെന്തോ ആൾക്കാർ പെർസീവ് ചെയ്യണത് ഞാൻ ചെയ്യുന്നത് ഭയങ്കര ബോഡി എക്സോസ്റ്റ് ചെയ്യണ രീതിയിലുള്ള ജോലിയാണ്. എനിക്ക് ക്ഷീണം തോന്നുന്നത് ഡാൻസ് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. എന്നെ കടിക്കുന്നില്ല, എന്നെ കുത്തുന്നില്ല. ഞാൻ ആകെ ടയേർഡ് ആവുന്നത് ഒരു ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞാൽ ഞാൻ ടയേർഡ് ആവും. ഇല്ല, പക്ഷെ കുറ്റം പറയാൻ പറ്റൂല ചേച്ചി. ഞാൻ ഒരു വീഡിയോ ഇപ്പൊ കാണിക്കാം. അതായത് നമുക്ക് അങ്ങനെ തോന്നിപ്പോവും. അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇരുന്ന് കാപ്പി കുടിക്കണം അറിയുന്നവർക്ക് ഈസി, അറിയാത്തവർക്ക് പാട്. അതാണ് കറക്റ്റ്. എൻ്റെ തങ്കക്കുടം പോലെ എൻ്റെ പട്ടികളൊക്കെ നടന്നു. അത് കുറച്ച് പണിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമല്ല, അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയാണ്. ഇഷ്ടമില്ലാത്ത ഇല അടിച്ചു കളയണത് അതെനിക്ക് ഇഷ്ടമല്ല. കാരണം ഇവിടെ എത്ര അടിച്ചിട്ടാലും ഇല വീണോണ്ടേയിരിക്കും. പ്ലാവും മാവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് രണ്ട് കാട്ടുകുട്ടി കൂടെ വാങ്ങിക്കണം. ഒരു തരത്തിലുള്ള ആണ് മരം ഉള്ളതുകൊണ്ടാണ് അവരുടെ ഏരിയ ഒക്കെ ഇത്രയും തണുത്തിരിക്കുന്നത്. പക്ഷെ ഈ തൂക്കണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു ജോലിയല്ല. പക്ഷെ ഇങ്ങനെ ചവറ പിടിച്ച് കിടക്കുമ്പോ ഒരു മൂദേവി പോലെ ഇരിക്കും കാണുമ്പോ. അതാണ് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ബ്ലോവർ വാങ്ങിച്ചാലോ ഇങ്ങനെ ആലോചിക്കാം. പക്ഷെ മണ്ണുള്ളതുകൊണ്ട് മണ്ണും കൂടെ ചേർന്ന് ഇങ്ങനെ പറക്കും. ബുദ്ധിമാനേ. അടുത്തൊരു പോസിറ്റീവ് കമന്റ് എന്താന്ന് വെച്ചാ, ടൈം ഇല്ല എന്ന് പറഞ്ഞ് പലതും വേണ്ടാന്ന് വെക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ. അത് എനിക്ക് മനസ്സിലായത് ഇവരുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് ബോറിംഗ് ആയിരുന്നേനെ. എനിക്കൊന്നും ചെയ്യാനുണ്ടാവില്ല. ഞാൻ ആലോചിക്കുവേ, ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ തന്നെ എൻ്റെ വീഡിയോ നല്ല എൻഗേജിങ് ആണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ചെയ്യാനായിട്ട്. എൻ്റെ അടുത്ത് ഈ വ്ളോഗേഴ്സ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ എനിക്കൊന്നും കാണിക്കാനില്ല, ഞാൻ എന്തോന്ന് കാണിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ഇവരുള്ളത് കൊണ്ടാണ് എൻ്റെ ലൈഫ്, എൻ്റെ വീഡിയോ മാത്രമല്ല എൻ്റെ ഒരു റുട്ടീൻ തന്നെ ഇത്രയും കളർഫുൾ ആവാൻ ഇവരുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചുമ്മാ ബോറിംഗ് ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ചേട്ടനൊക്കെ പറയുന്നത് ഇനി ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് സ്വാഭാവികം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. സ്വാഭാവിക ഭയങ്കര ബുദ്ധിമുട്ടാണ്, നീ അത് നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറേ പ്രാവിനെയൊക്കെ കൊടുത്തിരുന്നു. നീ കുറേ പ്രാവൊക്കെ ഉണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ഞാൻ വെച്ച് സ്വാഭാവികം എൻ്റെ മാസ്ക് ഒക്കെ ഇട്ട് ചെയ്യണുണ്ടപ്പോൾ ഞാനും വിചാരിച്ചിരുന്ന പിന്നെ എല്ലാം കൂടെ പല പല ടൈപ്പ് വേണ്ട. ഞാൻ കുറച്ച് കൊച്ചുകിളികൾ മാത്രം നമുക്ക് 2 ഡോഗ്സാണ്, 2-3 ഡോഗ്സാണ്, 3-4 ഡോഗ്സ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചോദിക്കാതാണ് കൊടുക്കണം. അങ്ങനെ സ്വാഭാവിക ഭയങ്കര വിഷമമായി, കരച്ചിൽ ബഹളമൊക്കെ ആയി ഇവിടെ. അങ്ങനെ വളർത്തിയ ഒരു സാധനത്തിനെ കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടാണെന്നോ. ആൾക്ക് പരാതിയില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീട്ടിലുള്ളവർ നിരന്തരമായി എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം അതൊരു എപ്പോഴും ഞാനില്ലാത്തതുകൊണ്ട് എനിക്കത് ഒന്നും തിരിച്ച് പറയാൻ പറ്റുന്നില്ല. ഞാൻ എറണാകുളത്തെ ഷൂട്ടിലാണ്. അപ്പം എനിക്ക് ഞാനില്ലാതെ എനിക്ക് എന്ത് പറയാൻ പറ്റും? അത് സ്വാഭാവിക ബുദ്ധിമുട്ടാണ്, ഞാൻ നോക്കിക്കൊള്ളാം എന്തെങ്കിലും പറയും. സ്വാഭാവികം എൻ്റെ അടുത്ത് പറയട്ടെ, സ്വാഭാവികത്തിൽ പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. ഞാൻ സ്വാഭാവികമായിട്ട് പറയാതെ സ്വാഭാവികം ഞാൻ ഒരു തീരുമാനം എടുത്ത് പ്രാവുകൾ ഭയങ്കര പ്രശ്നം. ഇപ്പം നമുക്ക് കൊടുക്കുന്നത് ഒരു പ്രശ്നമില്ലായിരുന്നു, ഒരു പാവം വരും. വെറുതെ എൻ്റെ പ്രാവിനെ കൊടുത്ത പയ്യൻ നേരെ നോക്കിയൊന്നുമില്ല. ഒരുപാടെണ്ണം ചത്തൊക്കെ പോയി. എനിക്ക് അവരെ എഡ്യൂക്കേറ്റ്, അവരൊക്കെ ഒരുപാട് ഭയങ്കര വലിയ പ്രാവ് വളർത്തുകാര്. അപ്പൊ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇപ്പൊ എന്റെ പ്രാവിന്റെ രീതി അതല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ മറ്റേ പ്രാവ് അങ്ങനത്തെ സെറ്റപ്പ് അല്ല, ഫാൻസി ബ്രീഡ്സിനാണ് വളർത്തിക്കൊണ്ട്. എല്ലാം വെറൈറ്റിയാ, വളർത്തുന്നതെല്ലാം വെറൈറ്റിയാണ് അല്ലേ? കാണാൻ ഭംഗിയുള്ളത് അങ്ങനത്തെ ബേസിക്കലി അതിൽ നിന്നൊരു ഗെയിംസ് പ്രതീക്ഷയല്ല നമ്മൾ ഒരു ജീവിയെ വളർത്തുന്നത്. ഇതിൽ നിന്നൊരു സെയില് ബ്രീഡിങ് ചെയ്ത് പൈസ ഉണ്ടാക്കാം, അത് നമ്മൾ ഉദ്ദേശിച്ചിട്ട്. ഞാൻ അത് എപ്പോഴും നോക്കുന്നുണ്ട്. കാരണം ഇവര് ആടിനെ വളർത്തുന്നത് ഒരു ഫാൻസി ആടാണ്, പിന്നെ കാളേനെ കോഴി ഫാൻസി. ഇവിടെ വീടുകളിലൊക്കെ നോക്കി 2000-3000 കൊടുത്ത് ആടിനെ കിട്ടുമായിരുന്നല്ലോ. എന്റെ വീഡിയോയിൽ വന്ന കമന്റ് ആയിരുന്നു, ഈ സ്ഥാനത്ത് ഒരു പശുവിനാണ് നിങ്ങൾ വളർത്തിയത്, ഞാൻ നിങ്ങളെ സമ്മതിച്ചെന്നേനെന്ന്. അവൻ നമ്മളെ എന്തിനു സമ്മതിച്ചു തരണം? അവന്റെ സമ്മതം ആർക്ക് വേണം? 5 സമ്മതം കൊടുത്താൽ കോർപ്പറേഷൻ കൊണ്ടുകൊടുത്താൽ അവർ 500 വെച്ച് തരും. സമ്മതിച്ചത് അവന്റെ സമ്മതത്തിനല്ലല്ലോ നമ്മളിവിടെ കാളയെ വളർത്തുന്നതിനൊന്നും എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്രീസിയേഷന്റെ ആവശ്യമില്ല, അപ്രീഷിയേറ്റ് ചെയ്യണവർ ചെയ്താൽ മതി, വേണമെങ്കിലും ചെയ്താൽ മതി. ഇത് നമുക്ക് നിങ്ങളുടെ സെക്ഷനിലേക്ക് ഞാൻ വരികയാണ്. കുറച്ച് നെഗറ്റീവ് കമന്റ്സ് എന്റെ വന്നു മുതൽ പറയുന്നുണ്ട്. നീ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് വായിക്കും. ഞാൻ കുറച്ച് നെഗറ്റീവ് കമന്റ്സ് വായിക്കട്ടെ. ഓക്കെ,
ഫസ്റ്റത്തെ കമന്റ്സ് പേര് വായിക്കണോ? വേണ്ട അല്ലേ, പേര് വായിക്കുന്നില്ല, ഇട്ട ആൾക്ക് അറിയായിരിക്കുമല്ലോ ആളാണ് ഇത് ഇട്ടെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റത്തെ കമന്റ്സ്. ഇത്രയും പണിയെടുക്കുന്ന എല്ലായിടത്തും ക്യാമറയും പൊക്കി പിടിച്ച് നടക്കുന്ന ചേച്ചി ഗംഭീരം തന്നെ ചേച്ചി. സത്യമാണ്, ഭയങ്കര പാടാണ്. ക്യാമറ എടുത്തുകൊണ്ട് പോയി ഷൂട്ട് ചെയ്ത് ജോലി ചെയ്യുന്നത് മെനക്കേടാണ്. എങ്കിലും നമ്മൾ അവനെ വിളിക്കൂല, ക്യാമറ എടുക്കാൻ വിളിക്കും. ഇവ ഒരു നെഗറ്റീവ് ഓളിയാണ്. അതായത് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിലും ഇവനെ വിളിക്കുന്നത്. അതെ, അതായത് അവരുദ്ദേശിക്കുന്നത് കണ്ടന്റ് ആണെന്നാണ്, കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. ഇത്രയും ക്യാമറ വെച്ചോണ്ടിരിക്കണ ചേച്ചി, ക്യാമറ വെക്കാത്ത അനിയാ. നമ്മൾ ഇതിനൊക്കെ വളർത്തിയിട്ട് നമ്മളെ സ്വന്തം ക്യാമറ അല്ലേ അനിയാ വെക്കണത്. അനിയന് എവിടത്തെ കൃമിയാണോ എന്തോ. പേര് വായിക്കുന്നില്ല, ആള് കാണുമെങ്കിൽ എനിക്ക് അവൻ്റെ പറയേണ്ട ആൽബമാർ എന്നാണെന്ന് തോന്നുന്നു എൻ്റെ പേര്. അതായത് വിലക്കുള്ള മരുന്ന്. എന്റെ ഫാമിലിക്കകത്ത് തന്നെ ഇങ്ങനത്തെ കമന്റ്സ് ഉണ്ട് കേട്ടോ. പേഴ്സണൽ ലൈഫ് വെച്ച് വ്ളോഗ് ചെയ്ത് അങ്ങനെ നമുക്ക് ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല, പൈസ ഇല്ലാത്ത പോലെ അങ്ങനെ പറയുന്നുണ്ട്. ആ പറഞ്ഞ വ്യക്തിക്ക് മുന്നേ ചാനൽ തുടങ്ങാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തത്, കണ്ടന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ ഫാമിലിക്കകത്ത് കണ്ടോണ്ടിരിക്കുക. കണ്ടിട്ടുണ്ട് അതൊക്കെ. അപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും നമുക്ക് ആക്ച്വലി പേഴ്സണൽ ലൈഫ് ഷൂട്ട് ചെയ്ത് വെളിയിൽ കാണിക്കുന്നു. നമ്മള് ബാത്റൂമിൽ ഇരിക്കണമെന്നല്ലോ കാണിക്കുന്നത്, ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഇത് ഞാൻ വേറെ ആ പറഞ്ഞ ആളുടെ വീഡിയോ കണ്ടായിരുന്നു. എന്റെ ദൈവമേ, നോ കമന്റ്സ് പറയാതെ. സോ ഇതൊന്നും അങ്ങനെ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ആളപ്പുറത്തുനിന്ന് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ വീഡിയോ. എത്ര വീട്ടിലത്തെ കാര്യങ്ങൾ വീഡിയോ എടുത്താലും അതിന്റെ അകത്ത് എന്ത് കാണിക്കണം കാണിക്കേണ്ടതൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത്. അത്രേ ഉള്ളൂ.